ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ശ്രീമദ് ഭാഗവതമാണ് എടുക്കുന്നത്. ഇന്നു മുതൽ പുതിയൊരു പരമ്പര ആരംഭിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ജേർണി ഹോം എന്ന് പറയുന്നത്. അമേരിക്കയിൽ പഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യൻ നമ്മുടെ ഇന്ത്യയിൽ ഭാരതത്തിൽ വരുന്നതും ആത്മാന്വേഷണം കൊണ്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വന്നതാണ്. അങ്ങനെ ഹിമാലയത്തിലുള്ള പല പല സ്ഥലങ്ങളിലും സന്ദർശിച്ചതും പല പല യോഗികളെ കാണുകയും അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു പരമ്പരയാണ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുന്നത്. എന്നാൽ ഈ ഒരു ഗ്രന്ഥം ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്, ജേർണി ഹോം എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ മലയാളത്തിൽ ഇപ്പോൾ അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, പിന്നെ ഇന്നത്തെ കാലത്ത് വായിക്കാൻ കുറച്ച് മടിയാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് വായിക്കാം എന്ന് വിചാരിച്ചു. ഞാനും വായിക്കുന്നു, നിങ്ങളും വായിക്കുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ ബുക്കിൻ്റെ ജേർണി ഹോം. അതിപ്പോൾ ക്യാമറയിൽ തിരിച്ചറിയും കാണുന്നത് ഒരു മിനിറ്റ്. ഇത് കണ്ടോ, വളരെ നല്ലൊരു ബുക്കാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇൻസ്പിറേഷൻ നൽകിയൊരു ബുക്കാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ യാത്രാ തിരക്കുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഉദാഹരണത്തിനായിട്ട് നമ്മൾ എന്താ പറയുന്ന നമ്മുടെ ശ്രീമതി രാധാറാണിൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ലീലകൾ അത് കണ്ടിന്യൂ ചെയ്തിരുന്നു. പക്ഷേ ഇടയ്ക്ക് അത് മുടങ്ങി. അത് വീണ്ടും ഇന്ന് കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. അന്നേരം ഇന്ന് എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ശ്രീമദ് ഭാഗവതം തന്നെയായിരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു ജേർണി ഹോം ബുക്കിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് ഇത് നാളെ മുതൽ രാവിലെ ശ്രീമദ് ഭാഗവതം തന്നെയായിരിക്കും. എന്നിട്ട് വൈകുന്നേരത്തെ 7 മണിക്ക് ഈ ഒരു ബുക്കിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യാം കേട്ടോ. അതായത് ഈ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണി ഹോം എന്ന് പറയുന്ന ഈ ബുക്ക്, അതായത് നമ്മുടെ സ്വന്തം വീട്ടിലേക്കുള്ളൊരു യാത്ര. വളരെ രസകരമായിട്ടാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്. അതും ഇതൊരു നോവലല്ല, റിയൽ സ്റ്റോറിയാണ്. ഈ ഒരു ചരിത്രം ഒരു എന്താ പറയുക, ഒരു സിനിമയാക്കാൻ വരെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് മുന്നോട്ട് നടന്നില്ല. അത്രയ്ക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങും അഡ്വഞ്ചറസും ആയിട്ടുള്ളൊരു യാത്രയാണ് ജേർണി ഹോം എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് വായിക്കാം. ആമസോണിൽ അത് അവൈലബിൾ ആണ്. ജേർണി ഹോം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ബുക്കുണ്ട് കേട്ടോ. വളരെ സ്പെഷ്യൽ ബുക്കാണ്. ഒരു 15 വർഷം മുമ്പേ ഞാൻ വായിച്ച ബുക്കാണ്. ഈ ബുക്ക് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത ബുക്കാണ്. അന്നേരം ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു ബുക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരത്തെ 7 മണിക്ക് നമുക്ക് ഈ ബുക്കിൽ നിന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് രാവിലെ എന്തായാലും ശ്രീമദ് ഭാഗവതം നാളെ മുതൽ റൂട്ടീൻ സെയിം ആയിരിക്കും. എല്ലാ ദിവസവും രാവിലെ ശ്രീമദ് ഭാഗവതം 7 മണിക്കും വൈകുന്നേരത്തെ ജേർണി ഹോം. ഓക്കെ, രാധാകൃഷ്ണ ലീലകൾ തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യണം. അത് നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. മിക്കവാറും ഒരു 9 മണിക്ക് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് ആരംഭിക്കാം. എല്ലാവരും റെഡിയല്ലേ? തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പിന്നെ ഭക്തരെ ഭാഗവതാനാം ചരിതം ഇതം ഭാഗവതം. ഭക്തരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതെല്ലാം ശ്രീമദ് ഭാഗവതമാണ്. അതുകൊണ്ട് ഭക്തരുടെ ചരിതമാണ്. പരംപൂജ്യ രാധാനാഥ് സ്വാമി മഹാരാജ്, അദ്ദേഹം ഇതൊരു വിദേശത്തിലാണ് ജനിച്ചത്. ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. 19 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയ യാത്രയെക്കുറിച്ചുള്ള അന്വേഷണം വളരെ തീവ്രമായത്. അങ്ങനെയാണ് അദ്ദേഹം UK പോയി. അങ്ങനെ പല പല രാജ്യങ്ങളിലൂടെ സന്ദർശിച്ച് അദ്ദേഹം അവസാനം നമ്മുടെ ഭാരതത്തിലെത്തുകയാണ്. അതും അദ്ദേഹം ഭാരതത്തിലെത്തിയത് ഫ്ലൈറ്റിലല്ല, നടന്നാണ്. പല പ്രാവശ്യം ലിഫ്റ്റ് എടുത്തും അങ്ങനെയൊക്കെയാണ് അദ്ദേഹം യാത്ര തുടർന്നത്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു യാത്രയാണ്.
അത് നമുക്ക് തുടങ്ങാം. ലൈൻ റെഡി അല്ലേ? കമൻസിലിടൂ. നിങ്ങൾക്ക് ഈ ഗ്രന്ഥം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തുടങ്ങാം. അതോ ഭാഗവതം മതിയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഭാഗവതം ചർച്ച ചെയ്യണോ അതോ ജേർണി ഹോം വേണോ? കമൻസിലിട്ടോളൂ. ഭാഗവതം എന്തായാലും നമ്മൾ നാളെ മുതൽ എടുക്കാൻ പോവുകയാണ്. തുടങ്ങാം. അന്നേരം ഈ ഗ്രന്ഥത്തെ പല ഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ആദ്യം കിഴക്കോട്ടുള്ള യാത്ര, ഭാരതത്തിലേക്ക് എൻട്രി, പിന്നെ ഹിമാലയത്തിലെ പ്രവേശനം, പിന്നെ ദിവ്യമായിട്ടുള്ളൊരു കാട്ടിലേക്കുള്ള പ്രവേശനം. ഓക്കെ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്തുകൊണ്ട് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഈ കിഴക്ക് ഭാഗത്തേക്ക് വരാൻ, പാശ്ചാത്യ ദേശം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസ്, കാരണം പൊതുവെ വിദേശ രാജ്യങ്ങളിൽ നമ്മളെ അറിയപ്പെടുന്ന ഈസ്റ്റേൺ കൺട്രീസ് എന്ന് പറഞ്ഞിട്ടാണ്, അതായത് കിഴക്ക് പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പാശ്ചാത്യ ദേശം എന്ന് പറയുന്ന പോലെ അവർ കിഴക്ക് ദേശങ്ങളിൽ നിന്നാണ് നമ്മളെ അറിയപ്പെടുന്നത്, ഈസ്റ്റേൺ കൺട്രി. കാരണം വേൾഡ് മാപ്പിൽ നോക്കുമ്പോൾ കിഴക്ക് ഭാഗത്താണ് നമ്മുടെ ഭാരതം സ്ഥിതി ചെയ്യുന്നത്. അന്നേരം എന്താണ് അദ്ദേഹത്തിന് കാരണം ഉണ്ടായത്? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു സംഭവം? എന്താണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് കിഴക്കോട്ട് തിരിയാൻ വേണ്ടി? പിന്നെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സംഭവങ്ങൾ. അന്നേരം ഓർക്കുക, ഇദ്ദേഹം ഒരു വിദേശിയാണ്, 19 വയസ്സുള്ളൊരു പയ്യനാണ് ഈ യാത്ര ആരംഭിച്ചപ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അദ്ദേഹം ഒരിക്കലും ഇന്ത്യയിൽ വന്നിട്ടില്ല, ഇന്ത്യക്കാരാരാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. ഓക്കെ, പിന്നെ ഇന്ത്യയിലെത്തിയതിനു ശേഷം ഹിമാലയത്തിൽ എങ്ങനെ അദ്ദേഹം പോയി, ഹിമാലയത്തിൽ പല പല യോഗികളെയും കണ്ടു. പിന്നെ അവസാനം അദ്ദേഹം ഒരു സ്ഥലത്തെത്തുകയാണ്. ആ സ്ഥലത്തെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി എന്ന്. ഓക്കെ, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയതുപോലെ അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ തോന്നി. നമുക്ക് നോക്കാം അത് ഏതാണ് ആ സ്ഥലമെന്ന്. അന്നേരം ഇവിടെ പരംപൂജ്യ രാംനാഥ് സ്വാമി മഹാരാജ് എഴുതുകയാണ്. അതായത് നമ്മൾ ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ മുന്നോട്ട് നടക്കുന്ന കാര്യം ആദ്യമേ കാണിക്കത്തില്ലേ, അതേപോലെ ഇദ്ദേഹം ഹിമാലയത്തിലാണ്. ഹിമാലയത്തിൽ നടന്നൊരു സംഭവം വെച്ചിട്ടാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്. നമുക്ക് നോക്കാം. ഇദ്ദേഹം പറയുന്നു, ഹിമാലയത്തിലെ ബാഗ്മതി നദിയിലൂടെ അദ്ദേഹം നടന്നു നീങ്ങുകയായിരുന്നു. അദ്ദേഹം പോകുന്ന സമയത്ത് ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് അവിടുന്ന് ഇവിടുന്ന്, കാരണം നദീതീരത്ത് പല പല ശവങ്ങളെയും സംസ്കരിക്കുന്ന സ്ഥലവും കൂടായിരുന്നു. അതുകൂടാതെ ഹോമത്തിൻ്റെ ഭസ്മവും അദ്ദേഹത്തിൻ്റെ ദേഹത്തായി. ഇദ്ദേഹം ഒറ്റ വസ്ത്രത്തിലാണ് ഇരിക്കുന്നത്, ഒരു മുണ്ടുപോലെ ഒരു വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. പക്ഷെ നല്ല തണുപ്പായിരുന്നു. തണുപ്പ് കാരണം അദ്ദേഹം വിറച്ചുകൊണ്ടിരിക്കുകയാണ്. വിറച്ച് ഭക്ഷണവും കഴിച്ചിട്ടില്ല, അതും സ്വന്തം വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ. അദ്ദേഹത്തിൻ്റെ വീട് അമേരിക്കയിലാണ്. എന്നാലും അദ്ദേഹം ചിന്തിക്കുകയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരത്ത് ഞാൻ യാത്ര ആരംഭിച്ചത് വെറുതെ ആയോ? ഞാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം
വളരെ പുരാതനമായിട്ടുള്ള ഒരു വടവൃക്ഷത്തെ കണ്ടു. രാത്രി സമയമായിരുന്നു. പക്ഷികളെല്ലാം നല്ല മനോഹരമായിട്ട് അവരുടെ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ബാഗ്മതി നദിയുടെ തീരത്ത് ഒരുപാട് ഹോമകർമ്മങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് സാധുജനങ്ങൾ, ജടാധാരികളായിട്ടുള്ള ഒരുപാട് സാധുജനങ്ങൾ അവിടെ ഹോമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലവരാണെങ്കിൽ അവരുടെ കാലുകൾ കയറിൽ കെട്ടി മരത്തിൽ തല കീഴായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അങ്ങനെ തല കീഴായിട്ട് കെട്ടിയിട്ടിട്ട് അവർ പല പല ഔഷധീയങ്ങൾ കൊണ്ട് ഹോമാഗ്നിയിൽ അത് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിനുശേഷം ഈ ചിത കത്തിച്ചതിൻ്റെ ആ ഭസ്മം അവർ ദേഹത്ത് മുഴുവൻ പൂശുകയാണ്. അങ്ങനെ അവരുടെ ഹോമവും, തല കീഴായിട്ട് നിന്നിട്ടുള്ള ആ ഹോമവും പിന്നെ ആ ചിതാഭസ്മം ദേഹത്തും പുരട്ടിയതിനു ശേഷം അവർ ഏതോ ഒരു ക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിച്ചു. ഇദ്ദേഹവും അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചു. എന്നിട്ട് ഇത് നടക്കുന്നത് ഇദ്ദേഹം പറയുന്നു 1971 പശുപതിനാഥ് ക്ഷേത്രം, നേപ്പാളിൽ. അവിടെ വലിയൊരു സമുദ്രം പോലെ യാത്രക്കാർ ഒത്തുകൂടിയിരിക്കുകയാണ്. അവരെല്ലാം രാത്രിയിൽ അവിടെ ഒത്തുകൂടിയിരിക്കുന്നത് പശുപതിനാഥിനെ കാണാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇദ്ദേഹം വിചാരിക്കുന്നു, ഇപ്പോൾ കോളേജിൽ അങ്ങോട്ട് പഠിത്തം ആരംഭിച്ചിട്ടേ ഉള്ളൂ, അദ്ദേഹം വേറെ ഏതോ ലോകത്തെത്തിയതുപോലെയാണ്. ഇദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ പവിത്രമായിട്ടുള്ള സ്ഥലത്ത് എത്തണമെന്ന്. ആ ഒരു സ്ഥലത്തെത്തി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കണം എന്നതിനൊരു ദിശ കിട്ടും എന്ന് അദ്ദേഹം വിചാരിച്ചു. 1 മണിക്കൂർ മുമ്പേ അദ്ദേഹം വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രത്തിൽ അവിടെ പ്രവേശിച്ചിരുന്നു. വലിയ കവാടങ്ങളുള്ള വലിയ സിംഹത്തിൻ്റെ രൂപങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്, വലിയ സർപ്പങ്ങളുടെയും ദേവന്മാരുടെയും ദേവികളുടെയൊക്കെ. അങ്ങനെ ആ പടികളിലൂടെ കയറി ഇങ്ങനെ പോവുകയായിരുന്നു. ഉള്ളിൽ വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, ആരായിരിക്കും അകത്തിരിക്കുന്നത്, പ്രതിഷ്ഠ എങ്ങനെയായിരിക്കും എന്നൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ കയ്യിലിരിക്കുന്ന വടിയും വെച്ച് ഇദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് തട്ടി. ആ ഇടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്വാസം മുട്ടി എന്നുള്ളതാണ്. എന്നിട്ട് ദേഷ്യത്തിൽ പറഞ്ഞു, നീ ഒരു വിദേശിയാണ്, ഇറങ്ങിപ്പോയിടുന്നു. അപ്പോൾ അവിടെ ഒരു സർദാർജി വേഷത്തിലുള്ള ഒരാൾ ദേഷ്യത്തിൽ പറഞ്ഞു, കണ്ണൊക്കെ ചുമന്നിരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ ബോർഡ് കാണിച്ചു, നോ ഫോറിനേഴ്സ് അലൗഡ്, വിദേശികൾക്ക് പ്രവേശനമില്ല. എന്നിട്ട് പറഞ്ഞു, ഇറങ്ങിപ്പോടാ അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു, ഇനി വീണ്ടും നീ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിന്നെ അടിച്ച് ജയിലിലേക്ക് വിടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ചിന്തിക്കുകയായിരുന്നു, അവിടെയുള്ള ആൾക്കാർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് അദ്ദേഹം അടുത്തുള്ള മറ്റ് പോലീസുകാരോട് പറഞ്ഞു, ശ്രദ്ധിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഒരുപാട് വിഷമിച്ച് നദീതീരത്തായിട്ട് വീണ്ടും പോവുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് വളരെ ആകാംക്ഷയുണ്ട്, എങ്ങനെയെങ്കിലും അകത്ത് കയറി പശുപതിനാഥനെ ഒന്ന് കാണണം. അങ്ങനെ അദ്ദേഹം നോക്കിയപ്പോൾ ഒരുപാട് സാധുജനങ്ങൾ അവിടെ ചുറ്റും കറങ്ങുന്നതായിട്ട് കണ്ടു. അന്നേരം ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. എന്ത് ചെയ്തു അദ്ദേഹം ഹോമം കത്തി ചാമ്പലായ ഒരു സ്ഥലത്തേക്ക് എത്തി. അവിടെ എല്ലാം ഹോമത്തിൻ്റെ ഭസ്മം ഇരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കൈ ആ ഹോമാഗ്നിയിലേക്ക് വെച്ച്, ഹോമം തീർന്നു, മുഴുവൻ ഭസ്മമായി. അതെടുത്തിട്ട് അദ്ദേഹം ദേഹത്ത് മുഴുവൻ പുരട്ടി. ഇനി ഭസ്മം പുരട്ടി കഴിഞ്ഞാൽ പിന്നെ വിദേശിയാണെന്ന് അറിയത്തില്ലല്ലോ.
അങ്ങനെ അദ്ദേഹം ദേഹം മുഴുവൻ പുരട്ടി. എന്നിട്ട് ബോത്തൊക്കെ അത് പുരട്ടിയ സമയത്ത് ഏകദേശം ശ്വാസം മുട്ടി അദ്ദേഹത്തിന്. കാരണം ഇദ്ദേഹത്തിന് ചെറുതായിട്ട് ആസ്മയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ അദ്ദേഹം പുരട്ടി. അതിനുശേഷം വലിയൊരു എന്തു പറയുന്നേ തുണിയെടുത്ത് തലയിലും കെട്ടി, എന്നിട്ട് അടിയിലും വേറൊരു തുണിയെടുത്ത് കെട്ടി. എന്നിട്ട് വീണ്ടും അദ്ദേഹം ആ ഗേറ്റിലേക്ക് യാത്ര ആരംഭിച്ചു. പക്ഷെ ഇപ്രാവശ്യം പോകുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുതലാണ്. കാരണം പോലീസുകാർക്ക് മനസ്സിലായി അടിച്ചു കൊന്നുകളയും. അന്നേരം നേരത്തെ കണ്ട അതേ ഗാർഡ് തന്നെ, സെക്യൂരിറ്റി ഗാർഡ് തന്നെ അവിടെ ഇരിക്കുകയാണ് കയ്യിൽ വടിയായിട്ട്. പക്ഷെ അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല ഇദ്ദേഹത്തെ. അങ്ങനെ ഇദ്ദേഹം വളരെ പുരാതനമായിട്ടുള്ള പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് ഉള്ളിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഇവരെല്ലാവരും കൂടെ എന്നെ അടിച്ചു കൊല്ലും. അവിടെ നോക്കിയപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഉള്ളിൽ പശുപതിനാഥനെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ഉള്ളിൽ പ്രവേശനമുള്ളൂ. അങ്ങനെ അദ്ദേഹം വരിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പശുപതിനാഥനെ കാണാനായിട്ട്. അങ്ങനെ കുറച്ചായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരത്തെ ഇദ്ദേഹത്തെ തടഞ്ഞ അതേ പോലീസുകാരൻ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ പോകാൻ തുടങ്ങി. അന്നേരം അദ്ദേഹം, നമ്മുടെ നായകൻ റിച്ചർഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ദീക്ഷ കിട്ടുന്നതിന് മുമ്പേ, അതുകൊണ്ട് റിച്ചർഡ് എന്ന് പറയും. എന്നാൽ റിച്ചർഡ് ഉടനെ ഈ പോലീസുകാരനെ കണ്ടപ്പോൾ മുഖം തിരിച്ചു. പക്ഷെ ഉള്ളിലാണെങ്കിൽ നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നേരെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ വന്ന് നിന്നു. ആര് നേരത്തെ ഇടിച്ച അതേ പോലീസ്. എന്നിട്ട് വളരെ രൂക്ഷമായിട്ട് സൂക്ഷിച്ച് ഇദ്ദേഹത്തിൻ്റെ റിച്ചർഡിൻ്റെ മുഖത്തോട്ട് നോക്കി. എന്നിട്ട് അവിടുത്തെ ഏതോ ലോക്കൽ ഹിന്ദി ഭാഷയിൽ എന്തോ ചോദിച്ച്. പക്ഷെ ഇദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല. അന്നേരം ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ടപ്പെന്ന് പറഞ്ഞ അടി കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് ഒരു മറുപടിയും കിട്ടാത്തതുകൊണ്ട് ആ പോലീസുകാരൻ വളരെ സൂക്ഷിച്ച് വീണ്ടും നോക്കി. വീണ്ടും ഉറക്കെ സംസാരിച്ചു. അന്നേരത്തേക്ക് റിച്ചർഡിന്റെ മനസ്സാണെങ്കിൽ ആകെ പേടിക്കാൻ തുടങ്ങി. എന്നിട്ട് ആള് ചിന്തിച്ചു, ഇനി കുറെ വർഷങ്ങൾ ഇനി വൃത്തികെട്ട നേപ്പാളിലെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ ചിന്തിച്ചു. അന്നേരം ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ ഇദ്ദേഹത്തിന് ഇന്നപ്പോൾ അനക്കം ഇല്ലാതിരുന്നപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ പോലീസുകാരനായതുകൊണ്ട് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. പക്ഷെ റിച്ചർഡ് ആണെങ്കിൽ ഒരു അനക്കം ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. ഉടൻ തന്നെ റിച്ചർഡിന് ചൂടുവെള്ളം വേണം. റിച്ചർഡിന് പുതിയൊരു ഐഡിയ തോന്നി. അദ്ദേഹം ഒരു കൈ എടുത്ത് വായിലിങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നേരത്തെ പറഞ്ഞ മൗനവ്രതത്തിൽ മൗനി ബാബ. അന്നേരം ഇദ്ദേഹം പല യോഗികളെയും കണ്ടിട്ടുണ്ടേ. അന്നേരത്തേക്ക് ഞാൻ കാണിച്ചിട്ട് പറഞ്ഞു, മൗനി ബാബ. ഇത് കണ്ടുടൻ തന്നെ പോലീസുകാരൻ റിച്ചർഡിന്റെ കൈ പിടിച്ചിട്ട് നിർബന്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അന്നേരത്തേക്ക് ഇദ്ദേഹം പേടിച്ചു. ഇദ്ദേഹം വിചാരിച്ചു, എൻ്റെ കാര്യം പോക്കായി, ഒരു തീരുമാനമായി, ഇനി എന്തായാലും എന്നെ സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞ്. എന്നിട്ട് ആള് വിളിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഉടൻ തന്നെ 2 പോലീസുകാരന്മാരും അവിടെ വന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അപ്പുറം ഇപ്പുറം പിടിച്ച് ഇദ്ദേഹത്തെ തൂക്കിക്കൊണ്ടു പോവുകയായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ഒരുപാട് ആൾക്കൂട്ടങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തി. എന്നിട്ട് അവരാണ് ഈ 2 പോലീസുകാർ വടിയെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്ഥ സന്ദർശകരെ, തീർത്ഥാടനക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അന്നേരം ഇദ്ദേഹം വിചാരിച്ച് പബ്ലിക്കായിട്ട് കൊണ്ട് ഇടിക്കാനാണോ പരിപാടി എന്ന് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. അന്നേരം ഈ ഒരു പവിത്രമായിട്ടുള്ള സ്ഥലത്ത് വലിച്ചു കീറാൻ വേണ്ടിയായിരിക്കും എന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാർ മുന്നോട്ട് കൂടുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ പേടി കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ തള്ളി നീക്കി അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ നിമിഷങ്ങൾക്കകം അദ്ദേഹം പശുപതിനാഥിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഹരേ കൃഷ്ണ. അവിടെ ചന്ദനത്തിൽ അലങ്കരിച്ച അതിസുന്ദരമായ പശുപതിനാഥിനെ റിച്ചർഡ് കണ്ടു. ആ ശിവലിംഗത്തിന്റെ മുമ്പ് വളരെ വലുതായ ഒരു നന്ദിയുടെ രൂപം കണ്ടു. ഇദ്ദേഹത്തിന് നന്ദിയാണെന്നൊന്നും അറിയത്തില്ല. ഒരു അമേരിക്കയിൽ പഠിച്ച ഒരു പയ്യനല്ലേ. അദ്ദേഹം നോക്കിയപ്പോൾ വലിയൊരു കാളയുടെ രൂപം കണ്ടു. എന്നിട്ട് ആ ഉള്ളിലിരിക്കുന്ന ഗർഭഗൃഹത്തിൽ വലിയൊരു ശിവലിംഗത്തെ അദ്ദേഹം കണ്ടു. ഒരുപാട് പട്ടുകളും ധരിച്ച് സ്വർണവും രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ആ ഒരു മനോഹരമായിട്ടുള്ള പശുപതിനാഥിന്റെ ശിവലിംഗത്തെ കണ്ടു. എന്നിട്ട് ഈ പിടിച്ചുകൊണ്ട് പോയ ആ സെക്യൂരിറ്റി ഗാർഡ് വടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം വിചാരിച്ച് മഹാദേവന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇടിക്കാനാണ് പരിപാടി എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ സെക്യൂരിറ്റി ഗാർഡ് പൂജാരി അടുത്ത് എന്തോ കൈകൊണ്ട് എന്തോ പറയുന്നേ ഈ എന്തോ ആംഗ്യ ഭാഷയിൽ എന്തോ പറഞ്ഞു. ഉടൻ തന്നെ പുരോഹിതൻ, അവിടുത്തെ പൂജാരി മുന്നോട്ട് വന്നു. ഇദ്ദേഹം വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പുരോഹിതൻ അടുത്ത് വന്നു. എന്നിട്ട് കഴുത്തിൽ അദ്ദേഹത്തിന്റെ സ്വർണ്ണമാല ഏതൊക്കെയാണ്. എന്നിട്ട് തുടർച്ചയായിട്ട് ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇത്രയും നല്ല തണുപ്പുള്ള സ്ഥലത്തും അദ്ദേഹം വേർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പുരോഹിതൻ വീണ്ടും എന്തൊക്കെയോ പൂജാരി അടുത്ത് പറഞ്ഞു. അന്നേരം ആദ്യം സെക്യൂരിറ്റി ഗാർഡ് പൂജാരിയെ അടുത്തോട്ട് വിളിച്ചു. അന്നേരം എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് അദ്ദേഹം തലയാട്ടി. എന്നിട്ട് കണ്ണടച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ നേരം നിശബ്ദമായിട്ടിരുന്നു എല്ലാവരും. എന്നിട്ട് ഒരു ദീർഘശ്വാസം എടുത്തിട്ട് പല പല സംസ്കൃത മന്ത്രങ്ങളും അദ്ദേഹം ഉരുവിടാൻ തുടങ്ങി. എന്നിട്ട് ഒരു പട്ടു തുണി എടുത്തിട്ട് റിച്ചർഡിന്റെ തലയിൽ കെട്ടിക്കൊടുത്തു. ഹരേ കൃഷ്ണ. അതിനുശേഷം ഒരു ഷോൾ എടുത്ത് തോളയിലിട്ടു. എന്നിട്ട് മഹാദേവന് സമർപ്പിച്ച സുഗന്ധ പുഷ്പങ്ങളൊക്കെ അദ്ദേഹത്തിന് പ്രസാദമായിട്ട് കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ നെറ്റിയിൽ മഹാദേവന് സമർപ്പിച്ച ചന്ദന ലേപവും പ്രസാദമായിട്ട് കൊടുത്തു. അതിനുശേഷം മഹാദേവന്റെ സമർപ്പിച്ച തീർത്ഥജലം അതും കുടിക്കാനായിട്ട് കൊടുത്തു. അന്നേരം ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇദ്ദേഹം ചിതാഭസ്മം ദേഹത്തിൽ ധരിച്ചപ്പോ പോലീസുകാരൻ വിചാരിച്ചു ഇദ്ദേഹം എന്തോ പറയുന്നേ അഘോരിയാണെന്ന് വിചാരിച്ചു. അന്നേരം അഘോരി ലൈനിൽ നിൽക്കേണ്ട ആവശ്യം എന്താ? അഘോരി ഏറ്റവും ഫ്രണ്ടിൽ പോണം, സാധാരണ ആൾക്കാരുടെ ലൈനിൽ നിൽക്കട്ടെ. പക്ഷെ ഇതൊന്നും പാവം റിച്ചർഡിന് അറിയത്തില്ല. റിച്ചർഡ് അമ്പരന്നിരിക്കുകയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവാൻ.
അങ്ങനെ അതിനുശേഷം ഈ തലയിൽ കെട്ടും കഴുത്തില വസ്ത്രവും ധരിപ്പിച്ചതിന് ശേഷം റിച്ചർഡിനെ അടിച്ച അതേ പോലീസുകാരൻ തല കുനിച്ച് റിച്ചർഡിനെ നമസ്കരിച്ചു. എന്നിട്ട് റിച്ചർഡിനോട് പറഞ്ഞു, എനിക്ക് അനുഗ്രഹം നൽകണം. അന്നേരം ഉടനെ റിച്ചർഡ് ചിന്തിക്കുകയാണ്, ഇദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായില്ല ഞാൻ ആരാന്ന്. അതോ മനസ്സിലായിട്ടും പശുപതിനാഥനെ കാണാനുള്ള എൻ്റെ ഉറച്ച തീരുമാനത്തെയാണോ അദ്ദേഹം ബഹുമാനിക്കുന്നത്? ഇതെനിക്ക് എന്തായാലും അറിയത്തില്ല എന്ന് റിച്ചർഡ് ചിന്തിക്കുകയാണ്. പക്ഷെ കാരണം എന്തായാലും റിച്ചർഡിന് സന്തോഷമായി. എന്നെ പല രീതിയിൽ തടയാൻ ശ്രമിച്ചില്ലെങ്കിലും ജീവന് വരെ ആപത്ത് വരുന്ന ഒരു സാഹചര്യം എത്തിയിട്ടും ആ പരമോന്നത ഈശ്വരൻ എന്നോട് കാരുണ്യം കാണിച്ചു. അങ്ങനെ റിച്ചർഡ് ചിതാഭസ്മത്തിൽ ദേഹം മുഴുവൻ പൂശിക്കൊണ്ട് ആ അഘോരികളെ പോലെ വേഷം ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ കരഞ്ഞുകൊണ്ട് പശുപതിനാഥന്റെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പശുപതിനാഥനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എന്നെ എത്തിക്കണമേ. ഞാൻ എന്താണ് അന്വേഷിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പരമസത്യത്തെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആ പരമസത്യം? ആരാണ് പരമ ഈശ്വരൻ എന്ന് അങ്ങെനിക്ക് കാണിച്ചു നൽകണം എന്ന് പശുപതിനാഥനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹം ബാഗ്മതി നദീ തീരത്തേക്ക് വീണ്ടും എത്തി. നല്ല തണുപ്പുള്ള ആ ഭൂമിയിൽ ഇരിക്കാൻ തുടങ്ങി. രാത്രി സമയമായിരുന്നു, അമാവാസിയായിരുന്നു അന്ന്. എന്നാൽ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തെത്തിയത്? എൻ്റെ ജീവിതവും ഈ സ്ഥലമായിട്ട് ഒരു ബന്ധവും ഇല്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നു എനിക്ക് ഈ സ്ഥലമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഈ ശരീരത്തിന് അറിഞ്ഞൂടാ, മനസ്സിനും അറിഞ്ഞൂടാ, പക്ഷെ ആത്മാവിന് ഈ സ്ഥലമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട്? ഇതാണ് ട്രെയിലർ. റിച്ചർഡിന്റെ അമേരിക്കയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള യാത്ര. അല്ലേ? ഇനി എടുക്കണോ അതോ നാളെ എടുത്താൽ മതിയോ? എന്താണ് പറയുന്നത്? പിന്നെ മതി കേട്ടോ, പിന്നെ മതിയേ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇതാണ് റിച്ചർഡ് കുട്ടിക്കാലത്തുള്ള ഫോട്ടോ. ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും. ഇത് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ്. ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹമാണ്. ഇത് അദ്ദേഹത്തിന് ആദ്യമായിട്ട് കിട്ടിയ ഫോട്ടോയാണ്. ഈ ഫോട്ടോ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് അറിഞ്ഞൂടാ ഇതാരാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഇടയിലുള്ള ഫോട്ടോയാണ് അദ്ദേഹത്തിന്. ഇതൊക്കെ പല പല സ്ഥലങ്ങളിലും. പശുപതിനാഥ് ക്ഷേത്രം. ഇവിടെ ഇരുന്ന് അദ്ദേഹം ധ്യാനത്തിലിരുന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗികളെല്ലാം അദ്ദേഹം കണ്ടിട്ടുണ്ട്. അറിയാലോ,
ഫേമസ് ആയ കൃഷ്ണമൂർത്തി. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ കണ്ട ഓരോരോ ബാബാജിമാരാണ്. മദർ ടെറീസയെ കണ്ടിട്ടുണ്ട്, ദലൈലാമയെ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ യോഗികളാണ് പലരും. ഇത് അദ്ദേഹം ദേവ് പ്രയാഗ്, ഹിമാലയത്തിലുള്ള ഗുഹ. കുറേ കാലം അദ്ദേഹം ഈ ഗുഹയിലായിരുന്നു താമസിച്ചിരുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ എടുക്കാം. ഇനി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ആ സമയത്തേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ സുഹൃത്താണ് ഡാനി. ഇവർ രണ്ടുപേരും അവരുടെ വീട്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം റിച്ചർഡിന് തോന്നുകയാണ്, എന്തോ ഞാനിവിടെ നിൽക്കാൻ പാടില്ല. ഉള്ളിലെന്തോ ഒരു ഭയം തോന്നി. എന്നിട്ട് ഡാനി ഒരു വലിയ ഒരു ബോക്സ് തുറക്കുകയാണ്, പേടകം, ഒരു പെട്ടി. റിച്ചർഡ് പറയുന്നു, എനിക്ക് 7 വയസ്സായിരുന്നു പ്രായം. വളരെ മെലിഞ്ഞ ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ഡാനി എന്നോട് പറഞ്ഞു, റിച്ചർഡ്, ഞാൻ നിനക്ക് ഏറ്റവും വലിയൊരു രഹസ്യം കാണിച്ചു തരാൻ പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആരോടും മിണ്ടരുത്, ആരോടും പറയരുത്, നീ സത്യം ചെയ്യുക, ആരോടും പറയത്തില്ലെന്ന്. അങ്ങനെ ഡാനി എന്ത് ചെയ്തു? വലിയൊരു പെട്ടി എടുത്തു. എന്നിട്ട് അതിനുശേഷം ഡാനി കുറേ മാഗസീനുകൾ, വീക്കിലികളും അതൊക്കെ എടുത്തു കണ്ടു. എന്നിട്ട് ഡാനി ചിരിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് ആ മാഗസീനിൽ മുഴുവൻ നഗ്ന സ്ത്രീകളുടെ ചിത്രങ്ങളായിരുന്നു. ഇത് കണ്ട ഉടനെ റിച്ചർഡിന് ആകെ ഒരു ഭയം തോന്നി. കാരണം ഒരിക്കലും സ്ത്രീകളെ വസ്ത്രമില്ലാതെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോൾ റിച്ചർഡിന് തോന്നിച്ചേ ഇതൊന്നും കാണാൻ പാടില്ലെന്ന്. പക്ഷെ ഡാനി പറഞ്ഞു, കൊള്ളാമല്ലേ എന്നൊക്കെ പറഞ്ഞു. അന്നേരം റിച്ചർഡിന് അർജുനോട് എന്താ പറയേണ്ടതെന്ന്. എന്നിട്ട് റിച്ചർഡ് എന്ത് ചെയ്തു? ആ മാഗസീനെല്ലാം അടച്ചു വെച്ചിട്ട് അത് മാറ്റി വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിൽക്കുക, ഞാൻ വേറൊരു കാര്യം കാണിക്കാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ആ പെട്ടിയിൽ നിന്ന് 2 തോക്കെടുത്തു. കുറച്ച് ബോംബിൻ്റെ ഗ്രനേഡുകളും അതിനകത്തുണ്ട്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ എപ്പോഴും ഈ തോക്ക് ബുള്ളറ്റ് നിറച്ചു വെച്ചിരിക്കും, ഗ്രനേഡുകൾ നിറച്ചു വെച്ചിരിക്കും, ഇതെല്ലാം ഒറിജിനലാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ഗ്രനേഡ് കയ്യിൽ കാണിച്ചു. എന്നാൽ പിടിച്ചോളം പറഞ്ഞു. എന്നിട്ട് ആ ഒരു ഗ്രനേഡ് കയ്യിൽ പിടിച്ചപ്പോൾ റിച്ചർഡിൻ്റെ കൈ വിറയ്ക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് കാണാൻ നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ ഉള്ളിൽ നല്ല ഭയം ഉണ്ടായിരുന്നു. എന്നിട്ട് ശ്രദ്ധിച്ച് റിച്ചർഡ് ആ തിരിച്ച് ഗ്രനേഡ് ആ ഒരു ബോക്സിനകത്ത് വെച്ചു. എന്നിട്ട് ഡാനി പറഞ്ഞു, നിക്ക്, ഇതും കൂടെ നീ കാണും. എന്നിട്ട് ഉള്ളിൽ നിന്ന് 2 വാതിൽ ഈ അടപ്പ് തുറന്നതിന് ശേഷം ഒരു ഫോട്ടോഗ്രാഫ് കാണിച്ചു. ആ ഫോട്ടോ ഹിറ്റ്ലറിൻ്റെ ആയിരുന്നു. എന്നിട്ട് നാസിയുടെ ആ സ്വസ്തിക ചിഹ്നവും അതിനകത്തുണ്ടായിരുന്നു. ഹിറ്റ്ലറിൻ്റെ ആ പടം കണ്ട ഉടൻ തന്നെ റിച്ചർഡിന് വലിയ ഭയം തോന്നി. ഉടൻ തന്നെ പണ്ടത്തെ കുറേ ഓർമ്മകൾ റിച്ചർഡിൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. കാരണം എന്താ,
റിച്ചർഡ് എന്ന് പറയുന്ന ആള്, അതായത് നമ്മുടെ പരംപൂജ്യ രാജ്നാഥ് സ്വാമി മഹാരാജ്, ഒരു ജൂത കുടുംബത്തിലാണ് ജനിച്ചത്. അന്നേരം ഹിറ്റ്ലർ എന്ന് പറയുന്ന അറിയാലോ, ജൂത വംശജരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആളാണ്. അതായത് പറയുന്നത് ജീവനോടെ അവരുടെ തൊലി ഉരിച്ചെടുക്കുമായിരുന്നെന്നാണ് പറയുന്നത്. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമായിരുന്നു. അത്രയ്ക്ക് ക്രൂരനായിരുന്നു ഹിറ്റ്ലർ. അന്നേരം നമ്മുടെ റിച്ചർഡിൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പനിൽ നിന്നുമൊക്കെ ഹിറ്റ്ലറിൻ്റെ ഓരോ ദ്രോഹങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിരിക്കുന്നു. അന്നേരം അതൊക്കെ പെട്ടെന്ന് റിച്ചർഡിന് ഓർമ്മ വരികയാണ്. അന്നേരം ഇവിടെ പറയുന്നു, കുട്ടിക്കാലം മുതലേ എങ്ങനെയാണ് ഒരുപാട് ജൂതവംശജരെ ഇവർ കൊന്നിട്ടുള്ളത് എന്നൊക്കെ റിച്ചർഡ് കേട്ടിരിക്കുന്നു. എന്നിട്ട് ഈ ഹിറ്റ്ലർ ജൂതവംശജരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ റിച്ചർഡിൻ്റെ കുടുംബം അമേരിക്കയിലേക്ക് വരാൻ തീരുമാനിച്ചത്. എന്നിട്ട് ഡാനി പറഞ്ഞു, ഞാനൊരു സത്യം പറയട്ടെ, എൻ്റെ കുടുംബം നിൻ്റെ കുടുംബത്തെ ഒരുപാട് വെറുക്കുന്നു. ഉടൻ തന്നെ റിച്ചർഡിന് ഭയമായി, വിഷമം തോന്നി. റിച്ചർഡ് പറഞ്ഞു, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? എന്നിട്ട് പറഞ്ഞു, നീ ജൂതനാണ്, നീയാണ് ജീസസിനെ കൊന്നത്, നീയാണ് യേശുവിനെ കൊന്നത്. അവർ പറഞ്ഞു, നിന്റെ കുടുംബമാണ് യേശുവിനെ കൊന്നെന്ന്. അന്നേരം ഉടനെ റിച്ചർഡ് ചിന്തിക്കും, എന്ത്? ഞാൻ എങ്ങനെയാണ് യേശുവിനെ കൊല്ലുന്നത്? ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് നീ പറയുന്നത്. അന്നേരം ഉടനെ ഡാനി പറഞ്ഞു, എൻ്റെ അച്ഛൻ പറയുന്നു, ദൈവം പോലും നിന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഡാനിയുടെ അച്ഛൻ മുകളിലോട്ട് കയറി വരുന്ന ആ ശബ്ദം കേട്ടു. അന്നേരം ഉടനെ റിച്ചർഡിന് അറിഞ്ഞൂടാ എന്താ ചെയ്യേണ്ടത്, നിൽക്കണോ ഓടണോ എന്ന്. ഉടൻ തന്നെ റിച്ചർഡിന് പേടിച്ച് വിഷമിച്ച്, നോക്കണേ എത്ര സാധുവായിട്ടുള്ള കുട്ടിയാണ് റിച്ചർഡ് നോക്കണേ. റിച്ചർഡ് ഉടനെ ചോദിക്കുകയാണ് ഡാനി എടുത്ത്, ഡാനി നീയും എന്നെ വെറുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഉടനെ ഡാനി പറയാം, നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ നീ ജൂതനായതുകൊണ്ട് ഞാൻ വലുതാകുമ്പോൾ നിന്നെ ചിലപ്പോൾ വെറുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ നിന്നെ വെറുക്കത്തില്ല. ഇത് കേട്ട ഉടനെ ആകെ സ്തംഭിച്ചു പോയി നമ്മുടെ പാവം റിച്ചർഡ്. എന്നിട്ട് ഡാനി റിച്ചർഡിനെയും കൊണ്ട് കിച്ചണിലേക്ക് പോയി. അവിടെ ഡാനിയുടെ അമ്മ ഇവർക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഡാനിയുടെ അമ്മ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അപ്പോൾ തന്നെ ഡാനിയുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ചെറുതായിട്ട് അദ്ദേഹം ചിരിച്ചു. അത് കേട്ടപ്പോൾ, ആ ചിരി കണ്ടപ്പോഴേ റിച്ചർഡിന് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്, പേടി തുടങ്ങി. ഉടനെ റിച്ചർഡ് ചിന്തിക്കുകയാണ്, ഇനി ബിസ്ക്കറ്റാണ് കഴിക്കാൻ, കുക്കീസ് എന്ന് പറയുന്നില്ല, ബിസ്ക്കറ്റ്, അതാണ് കഴിക്കാൻ തന്നത്. ഇതിനകത്ത് നീ വിഷം അങ്ങനെ ചേർത്തിട്ടുണ്ടോ? കാരണം ഇനി കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇനി അടി കിട്ടും. അന്നേരം ഉടനെ ഡാനിയുടെ അമ്മ പറഞ്ഞു, റിച്ചി കഴിക്കൂ, റിച്ചി എന്നാണ് വിളിക്കുന്നത്, റിച്ചർഡ് കഴിക്കൂ, എന്ത് പറ്റി? പക്ഷെ ഉള്ളിലുള്ള ആ പേടിയും വിഷമവും പുറത്ത് കാണിച്ചില്ല. എന്നിട്ട് എങ്ങനെയൊക്കെയോ കഴിച്ചു. എന്നിട്ട് പാവം ഓരോ പ്രാവശ്യം കടിക്കുമ്പോഴും ഭഗവാനെ എന്നെ കൊല്ലരുത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു നിർജീവ അവസ്ഥയിൽ റിച്ചർഡ് നേരെ വീട്ടിലേക്ക് പോവാണ്. പക്ഷെ ഉള്ളിൽ നല്ല വിഷമം തട്ടിയിട്ടുണ്ട്. വേറെ 7 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചു. അമ്മ കിച്ചണിലായിരുന്നു. എന്നിട്ട് അമ്മ അവിടെ എന്തൊക്കെയോ ഭക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, റിച്ചി, ഞാൻ നിനക്കായിട്ട് നല്ലൊരു എന്താ പറയുന്നത് പലഹാരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉടനെ റിച്ചർഡ് ചോദിച്ചു, അമ്മേ, ദൈവം എന്നെ വെറുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതൊരു എത്ര മനോഹരമാണെന്ന് നോക്കണേ ആ കഥ. ഞാൻ വെറുതെ പറയല്ല, എത്ര കുട്ടിക്കാലം മുതലേ
ആ റിച്ചേർഡിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭക്തി, അത് നമുക്കെല്ലാവർക്കും വലിയൊരു പാഠമാണ്. എന്തോ പറയത്തില്ല, മുളയിലെ അറിയാം മുളയുടെ കരുത്തെന്ന് പറയുന്ന പോലെ ആ ആചാര്യന്മാരുടെ മനസ്സ് കുട്ടിക്കാലം മുതൽ എങ്ങനെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഉടനെ റിച്ചേർഡ് ചോദിക്കുകയാണ്, അമ്മേ ദൈവം എന്നെ വെറുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഉടനെ റിച്ചേർഡിൻ്റെ അമ്മ പറയാണ്, ഇല്ല മോനെ, ദൈവത്തിന് നിന്നെ വലിയ ഇഷ്ടമാണ്. ഉടനെ അമ്മയ്ക്ക് വലിയൊരു സംശയം തോന്നി, എന്താ നീ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? പക്ഷേ റിച്ചേർഡിന് ആ കാര്യം പറയാൻ ധൈര്യമില്ല. അന്നേരം ഉടനെ റിച്ചേർഡ് ചോദിച്ചു, ഇല്ല അമ്മ, ഞാൻ വെറുതെ ചോദിച്ചാൽ എനിക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നത്. എന്നിട്ട് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതിന് മുമ്പേ പാവം റിച്ചേർഡ് നേരെ ബെഡ്റൂമിലേക്ക് പോയി. അന്നേരം റിച്ചേർഡ് ചിന്തിച്ചു, എൻ്റെ അമ്മ എന്തായാലും എന്നോട് കള്ളം പറയത്തില്ല. അമ്മ പറയുന്നതിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അമ്മ പറഞ്ഞു ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന് എന്നെ ഇഷ്ടമായിരിക്കും. അങ്ങനെ കിടന്നുറങ്ങുകയായിരുന്നു റിച്ചേർഡ്. എന്നിട്ട് റിച്ചേർഡ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശ്വരൻ എങ്ങനെയാണ് ആരെങ്കിലും വെറുക്കാൻ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം ഒരു വിഭാഗം ആൾക്കാർ ഈശ്വരൻ്റെ പേരിൽ ഈശ്വരൻ ഒരു വിഭാഗത്തെ സ്നേഹിക്കുന്നു, ഒരു വിഭാഗത്തെ വെറുക്കുന്നു എന്നതിൻ്റെ പേരിൽ തമ്മി 7 വയസ്സുള്ള കുട്ടിയാണ് എന്നാണ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ചെറുതായിട്ട് റിച്ചേർഡ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉറക്കം വരുന്നത് വരെ റിച്ചേർഡ് ഇങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് റിച്ചേർഡിന് തോന്നുകയാണ്, ആരോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് റിച്ചേർഡിന് തോന്നി. റിച്ചേർഡിന് തോന്നി, ഈശ്വരൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, അദ്ദേഹം എൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന് റിച്ചേർഡിന് തോന്നി. പക്ഷെ എന്നാലും റിച്ചേർഡിൻ്റെ ഉള്ളിൽ ആ പരമോന്നത ഈശ്വരനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ആരാണ് ഈശ്വരൻ എന്ന് ആദ്യമായിട്ട് റിച്ചേർഡിനോട് തന്നെ ചോദിക്കുകയാണ്. അന്നേരം ഇദ്ദേഹം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അപ്പൂപ്പനിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും ഈശ്വരനെ കുറിച്ച് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഈശ്വരൻ വലിയൊരു കാർമേഘത്തെ പോലെയാണോ, അതോ ഒരു നിഴലിനെ പോലെയാണോ, അദൃശ്യനാണോ, അതോ അദ്ദേഹം നമ്മുടെ സുഹൃത്താണോ? കാരണം അദ്ദേഹം അദൃശ്യനാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും അദ്ദേഹം കേൾക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് റിച്ചേർഡ് പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ അടുത്തായിട്ട് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തെ തൊടാൻ പറ്റുന്നുണ്ട്, ഏകദേശം തൊടാൻ പറ്റുന്നുണ്ട് എന്നാണ് റിച്ചേർഡ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇത്ര മനോഹരമാണല്ലേ? അന്നേരം ഇവിടെ റിച്ചേർഡ് പറയുന്നു, ഈശ്വരൻ ആരാണെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അദ്ദേഹം കാർമികത്തെ പോലെ വലിയ ശക്തനാണോ, അതോ അദൃശ്യനാണോ? പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്തുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലെ അദ്ദേഹം എൻ്റെ അടുത്തിരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ആരായിരിക്കും എന്ന് റിച്ചേർഡ് ആദ്യമായിട്ട് ചിന്തിച്ചു തുടങ്ങിയാണ്. ഇനി അടുത്തൊരു രംഗത്തേക്ക് നമുക്ക് പോകാം. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? റിച്ചേർഡ് പറയുന്നു, എൻ്റെ അച്ഛനും അമ്മയും
പൊതുവെ അങ്ങനെ ഈശ്വരീയ കാര്യത്തിൽ അധികം താല്പര്യമില്ലാത്തവരായിരുന്നു. പക്ഷെ അവർക്ക് ഭഗവാനോടൊരു കൃതജ്ഞതയുണ്ട്, ഭഗവാന്റെ കാരുണ്യത്തിൽ വിശ്വാസമുണ്ട്. അവർ കൂടുതലും കുടുംബത്തിൻ്റെ കാര്യം, കുടുംബത്തിൻ്റെ നിലനിൽപ്പ് അതിനു വേണ്ടിയായിരുന്നു കൂടുതലും ഈശ്വരനെ പ്രാർത്ഥിച്ചിരുന്നത്. അവരുടെ ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടതകളിലൂടെ അവർക്ക് വളരേണ്ടി വന്നു. കാരണം ആ സമയത്ത് ഈ മഹാലോക യുദ്ധമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അവരെപ്പോഴും ആഗ്രഹിച്ചു നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ ലഭിക്കണമെന്ന്. പക്ഷെ എന്നാലും ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടു പോകരുത് എന്ന് എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും റിച്ചർഡ് പറയുന്നു, എനിക്ക് എന്ത് ലഭിച്ചാലും അമ്മ എപ്പോഴും പറയും, മോൻ അതിന് നന്ദി പറഞ്ഞോ എന്ന് എടുത്തെടുത്ത് ചോദിക്കും. അന്നേരം ആ കൃതജ്ഞതയുടെ ഗുണം, അതായത് ഇത് വളരെ വലിയൊരു പാഠമാണ്. ആ കൃതജ്ഞതയുടെ പാഠം റിച്ചർഡിൻ്റെ അമ്മ കുട്ടിക്കാലം മുതലേ റിച്ചർഡിൻ്റെ ഉള്ളിൽ നിറച്ചു എന്ന് റിച്ചർഡ് പറയുന്നു. എന്നാൽ ഇവിടെ പറയുന്നു 1955 റിച്ചർഡിന് 4 വയസ്സ് പ്രായമേ ഉള്ളായിരുന്നു. ആ സമയത്ത് അവർ ചിക്കാഗോയിൽ നിന്ന് ഇലിനോയ്സ് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഒരു സ്ഥലത്തേക്ക് മാറി. അവിടെയാണെങ്കിൽ അധികം പൊല്യൂഷനും ഇല്ല, വലിയ വലിയ ഈ ട്രാഫിക്കോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് പച്ചപ്പുള്ള സ്ഥലമായിരുന്നു. കുട്ടികളെല്ലാം വളരെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പല പ്രാവശ്യവും റിച്ചർഡിൻ്റെ അച്ഛനും മറ്റ് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്ന റിച്ചർഡ് തന്നെ കേട്ടിട്ടുണ്ട്. നമ്മുടെ റിച്ചർഡ് വളരെ സ്വീറ്റാണ്, വളരെ എല്ലാവരെയും നല്ലൊരു കുട്ടിയാണ് എന്ന് റിച്ചർഡിൻ്റെ അച്ഛനും അമ്മയും പറയും. പക്ഷെ ഒരുപാട് വിചിത്രനാണ് എന്ന് പറയും, ഒരുപാട് വിചിത്ര ഗുണങ്ങളുള്ളതെന്ന്, ഒരുപാട് വ്യത്യസ്തനാണെന്ന് പറയും. അവ എന്താ ഇങ്ങനെയായത് എന്ന് നമുക്ക് പറഞ്ഞുകൂടെന്ന് പറയും. അതായത് അച്ഛനും അമ്മയ്ക്കും റിച്ചർഡിനെ വലിയ ഇഷ്ടമാണ്. വളരെ ആരെയും ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ താല്പര്യമില്ല. ഭയങ്കര സ്പെഷ്യൽ ഗുണങ്ങളുള്ളൊരു കുട്ടിയാണ് റിച്ചർഡ്. പക്ഷെ എന്നാലും സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനും ആയതുകൊണ്ട് അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും ഒരു അത്ഭുതമായിരുന്നു. അവ എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നിട്ട് റിച്ചർഡിൻ്റെ ഉള്ളിലുള്ള ചില ഗുണങ്ങളൊക്കെ എങ്ങനെ വന്നു എന്ന് അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ല. ഇതൊക്കെയാണ് പുനർജന്മത്തിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം രാധാനാഥ് സ്വാമി അദ്ദേഹത്തെക്കുറിച്ച് പല യോഗികളും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിൽ ഇദ്ദേഹം ഗുരുവായിരുന്നു. എത്രയോ ജന്മങ്ങൾ, ഇതിനു മുമ്പ് എല്ലാ ജന്മങ്ങളിലും അദ്ദേഹം ഗുരുവായിരുന്നു. അന്നേരം പ്രഭുപാദ്ജിയുടെ മിക്ക ശിഷ്യരും, എൻ്റെ ഗുരു മഹാരാജ് ഉൾപ്പെടെ, ഇവരൊക്കെ ഭഗവാന്റെ നിത്യ പാർഷദരാണ്. അവർ ഈ ലോകത്ത് വരുന്നത് തന്നെ ഭഗവാന്റെ സന്ദേശം പ്രചരിപ്പിക്കാനാണ്. അവർ ജനിച്ചത് അമേരിക്കൻ രാജ്യത്തിലാണെങ്കിലും, ഒരു അമേരിക്കൻ ശരീരത്തിലാണെങ്കിലും, ഒരു ജൂതവംശജന്റെ ശരീരത്തിലാണെങ്കിലും, അവർ ആത്മാവ് വരുന്നത് ഭഗവാന്റെ ലോകത്തിൽ നിന്നാണ്. എന്നാൽ അതാണ് ഈ അച്ഛനും അമ്മയ്ക്കും വലിയ അത്ഭുതം തോന്നിയത്. അതിനെക്കുറിച്ച് പറയുന്നു, റിച്ചർഡിന് 8 or 9 വയസ്സ് ഉള്ളപ്പോൾ വരെ അദ്ദേഹത്തിന് കസേരയിൽ ഇരുന്ന് കഴിക്കാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹം എപ്പോഴും തറയിലിരുന്നേ കഴിക്കൂ. അത് ശരീരം കൊണ്ട് വിദേശിയാണെന്നേ ഉള്ളൂ, ആത്മാവ് ഇന്ത്യക്കാരൻ തന്നെയാണ്. അന്നേരം അദ്ദേഹത്തിന് തറയിലിരിക്കുന്നതാണ് ഇഷ്ടം. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തറയിലായിരിക്കുന്നത്, ടേബിളിൽ ചെയറിൽ അങ്ങനെ ഒന്നും ഇരിക്കത്തില്ല. അങ്ങനെ കസേരയിൽ ഇരുന്ന് കഴിക്കാനേ പറ്റത്തില്ല എന്നുള്ളതാണ്, ഇരിക്കത്തേ ഇല്ലെന്നുള്ളത് 8-9 വയസ്സ് വരെ. അവസാനം അച്ഛനും അമ്മയും പറഞ്ഞു, ശരി നീ നിന്ന് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ നിന്ന് കഴിക്കാൻ തുടങ്ങി. ഹോട്ടലിൽ ചെന്നാലും റെസ്റ്റോറൻറ്റുകളിൽ ചെന്നാലും റിച്ചർഡ് തറയിൽ എന്താ പറയുക, ചെയറിലിരുന്ന് കഴിക്കത്തില്ലെന്നുള്ളത്, നിന്ന് കഴിക്കും അല്ലെങ്കിൽ തറയിരുന്ന് കഴിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം വെയിറ്റർ അവരൊക്കെ വന്നിട്ട് പറയും, കുട്ടിക്ക് ഇരിക്കാനായിട്ട് കസേര കൊണ്ടുവരണം.
അന്നേരം അച്ഛനമ്മ പറയും അവന് കസേര ഇഷ്ടമല്ലെന്ന്. ഹരേ കൃഷ്ണ. അന്നേരം ഇവിടെ പറയുന്നു, എന്നിട്ട് പറയുന്നു മക്കളോട് അച്ഛനും അമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ട് അവർ ധരിക്കുന്ന വസ്ത്രം ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം എന്ന് അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് അമ്മയ്ക്ക്. അതുകൊണ്ട് കുട്ടികളുടെ വസ്ത്രം വീണ്ടും 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 കഴുകി അത് പുതിയതുപോലെ ഇരിക്കുന്നത് വരെ അത് കഴുകിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നു. പക്ഷേ റിച്ചർഡിനാണെങ്കിൽ പുതിയ വസ്ത്രം തീരെ ഇഷ്ടമല്ലെന്നുള്ളത്. പുതിയ വസ്ത്രം കെട്ടിക്കഴിഞ്ഞാൽ റിച്ചർഡ് പുതിയ വസ്ത്രം ഇടാൻ ഇഷ്ടമല്ല. അതിൻ്റെ ആ പുതിയ മണവും അതൊന്നും ഇഷ്ടമല്ല. അമ്മയ്ക്ക് അവസാനം കഴുകി 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 ഒരു 10-20 പ്രാവശ്യം കഴുകി, അന്നേരം അത് പഴയ വസ്ത്രം പോലെ ആയെങ്കിൽ മാത്രമേ റിച്ചർഡ് ധരിക്കത്തു. ഇനി പുതിയൊരു ഷൂസ് കൊണ്ടുവന്നാലോ, ആ ഷൂ എടുത്ത് കല്ലിലിട്ട് ഇടിച്ച് ഷൂ കീറുന്നത് വരെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് കീറി പറഞ്ഞ ഷൂസെ റിച്ചർഡ് ഇടുമെന്ന്. 8-9 വയസ്സ് വരെ ഇതേ. എന്നിട്ട് പുതിയൊരു കാറ് മേടിച്ചാലോ, കസേരയിൽ ഇങ്ങനെ ഇരിക്കത്തില്ല വണ്ടിയുടെ അകത്ത്, പുറകിൽ ആ അടിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് ആ വണ്ടി കുറെ പഴകിയതിനു ശേഷം അതിസമാധാനമായിട്ടിരിക്കും. എന്നിട്ട് മറ്റുള്ളവരെക്കാട്ടിയും പുതുമയുള്ളതും കുറച്ചും കൂടെ നന്നായിട്ടുള്ള എന്തെങ്കിലും സാധനം ഇദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു നാണക്കേടായിട്ടാണ് തോന്നുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിന് എപ്പോഴും പാവപ്പെട്ടവരോടും ഭയങ്കര ബഹുമാനവും സ്നേഹമായിരുന്നു. അന്നേരം ഒരിക്കൽ പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തെ കുടുംബത്തെ ഒരു ഭക്ഷണം കഴിക്കാൻ ഡിന്നറിന് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. അന്നേരം അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് കഴിക്കാൻ ഇഷ്ടമായില്ല. അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നുള്ളതാണ്. കാരണം അവിടെ വിളമ്പിക്കൊണ്ടിരുന്നത് ഇതേ റിച്ചർഡിൻ്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. റിച്ചർഡിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ കൊണ്ട് വിളമ്പിക്കുന്നത് റിച്ചർഡിന് ഇഷ്ടമായില്ല. അന്നേരം ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ റിച്ചർഡ് ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടിയിലിരിക്കുന്ന കണ്ടപ്പോൾ റിച്ചർഡ് പറഞ്ഞു, എന്താണ് അവിടുന്ന് ഓടിയതിൻ്റെ കാരണമെന്ന് പറഞ്ഞു. അന്നേരം അപ്പൂപ്പൻ പറഞ്ഞു, അത് കുഴപ്പമില്ല മോനെ, നീ നല്ല കാര്യമാണ് ചെയ്യുന്നത്, എനിക്ക് നിന്നോട് അഭിമാനം തോന്നുന്നു എന്ന് അപ്പൂപ്പൻ പറഞ്ഞു. അന്നേരം ഇവിടെ റിച്ചർഡ് പറയുന്നു, എൻ്റെ അപ്പൂപ്പൻ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നല്ല ഈശ്വരവിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം എപ്പോഴും ശാന്തനായിട്ടിരിക്കും. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പുരാതന കാലങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ ഒരു പുതിയ തരത്തിലുള്ള ജീവിത രീതിയും തമ്മി ഇങ്ങനെ താരതമ്യപ്പെടുത്തിയിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ബാക്കി എല്ലാവരും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം റിച്ചർഡിന് 13 വയസ്സായപ്പോൾ അങ്ങനെ ഈ ജൂതവംശത്തിൻ്റെ പഠനത്തിനെ കുറിച്ചുള്ള ആ ഒരു ക്ലാസ്സുകളിലൊക്കെ റിച്ചി 13 വയസ്സായപ്പോൾ അവിടെയൊക്കെ പോകാൻ തുടങ്ങി.
ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതൻ, ജൂതവംശത്തിലുള്ള ആ പുരോഹിതൻ അദ്ദേഹത്തിനോട് റിച്ചർഡ് ചോദിക്കുകയാണ്, അങ്ങ് ഈ പറഞ്ഞു നൽകിയ പ്രാർത്ഥനയുടെ, കാരണം അത് ഹെബ്രിയു ഭാഷയിലായിരുന്നു, അതിന് പറഞ്ഞു, ഈ പറഞ്ഞ പ്രാർത്ഥനയുടെയൊക്കെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു. ഇത് ചോദിച്ച ഉടൻ തന്നെ ആ പുരോഹിതൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. എന്നിട്ട് റിച്ചർഡിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് റിച്ചർഡ് പറയുന്നു, ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായത്തില്ലെന്ന്. എന്നിട്ട് പുരോഹിതൻ പറഞ്ഞു, റിച്ചി, നിൻ്റെ ഈ ആകാംക്ഷ, അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെ അന്വേഷിക്കാറില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് റിച്ചർഡ് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അന്നേരം അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ബലഹീനതകളെ മറികടക്കാൻ വേണ്ടിയായിരിക്കണം, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയായിരിക്കണം, കഠിന പരിസ്ഥിതികൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയായിരിക്കണം. എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള സംശയങ്ങളെ മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിനോട് തന്നെ പ്രാർത്ഥിക്കണം. എന്നാലോചിച്ചോണേ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളല്ല പ്രാർത്ഥിക്കേണ്ടത്. 3 കാര്യങ്ങളാണ് പുരോഹിതൻ പറഞ്ഞത്. എന്തൊക്കെയാണ്? നമ്മുടെ ബലഹീനതകളെ മറികടക്കുക, കഠിന പരിസ്ഥിതികൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പ്രാർത്ഥിക്കുക, പിന്നെ ഈശ്വരനുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ അതിനുള്ള അറിവുകൾ നൽകുക. എത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ് നോക്കുന്നത്. അന്നേരം ശുദ്ധഭക്തി ഈ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഒരു ജൂതവംശ പുരോഹിതനാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ നിയന്ത്രിക്കുക, ബലഹീനതകളെ നിയന്ത്രിക്കുക, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടി ഈശ്വരൻ്റെ അനുഗ്രഹം വേണം. പിന്നെ അദ്ദേഹത്തിലുള്ള വിശ്വാസം എന്നും നിലനിർത്തി കൊണ്ടുപോകാനുള്ള അറിവുകൾ അദ്ദേഹം നൽകണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനോടൊപ്പം അദ്ദേഹം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അതും അദ്ദേഹം നമുക്ക് നൽകണം എന്നതിന്. എന്നിട്ട് ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തെ കൊണ്ട് കാര്യം നേടിയെടുക്കുക എന്നതല്ല ലക്ഷ്യം എന്ന് ആ വൃദ്ധനായിട്ടുള്ള പുരോഹിതൻ റിച്ചർഡിന് 13ാമത്തെ വയസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെയാണ്. ആദ്യം എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ള ബലഹീനതകൾ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കണം അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. 3ാമത് എന്താണ്? ഈശ്വരനുള്ള വിശ്വാസം വർദ്ധിക്കാൻ, അതിനെ നിലനിർത്താൻ വേണ്ടുന്ന അറിവുകൾക്ക് വേണ്ടിയും അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അദ്ദേഹം എന്താണ്? ഇത് 3 നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈശ്വരൻ്റെ ഒരു നിമിത്തമാകാനുള്ള യോഗ്യത നേടിയെടുക്കും. അന്നേരം ഈ 3 കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ട് പിന്നെ എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. ഇതല്ലാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കരുത് എന്ന് റിച്ചർഡിന് വൃദ്ധനായ പുരോഹിതൻ പറഞ്ഞിട്ടൊക്കെയാണ്. ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട് ജേർണി ഹോം? സൂപ്പർ അല്ലേ? ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് അല്ലെങ്കിൽ നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ചർച്ച ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ രാവിലെ ശ്രീമദ് ഭാഗവതമായിരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരത്തെ 7 മണിക്ക് ജേർണി ഹോം എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. വൈകിട്ട് ഇന്ന് നമുക്ക് മാക്സിമം നോക്കാം 7 മണിക്ക് വരാൻ, അല്ലെങ്കിൽ പിന്നെ നാളെ വൈകുന്നേരത്തെ 7 മണിക്ക്. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത സത്സംഗത്തിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.